നമ്മൾ ഒരു കുട്ടി ഫ്രീ എഡ്യൂക്കേഷൻ എലിജിബിൾ ആണെങ്കിൽ, ആ കുട്ടി വിദേശത്ത് പഠിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യം ആ ഒരു ഏരിയ നോക്കിയിട്ട് മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോകാൻ ട്രൈ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞങ്ങൾ പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ലിറ്ററലി ഒരു 15 to 20 ലക്ഷം രൂപ നമുക്ക് ആ കുട്ടിക്ക് അവിടെ ഒരു സേവ് ചെയ്യാൻ പറ്റുകയാണ്. ചെറിയ കാര്യമല്ല, ബിക്കോസ് അത് അത്രയും റിസ്ക് എടുത്തിട്ടാണ് പല പേരൻസും കുട്ടികളോട് നിന്ന് പുറത്തേക്ക് വിടുന്നത്. നമ്മളിപ്പോൾ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റികൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അവിടെ ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഉള്ള വാസ്തവം എന്താണ്? ശരിക്കും എല്ലാ സ്റ്റുഡൻസും ഇത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? ജർമ്മനി നമുക്കറിയാലോ. ജർമ്മനി എന്ന് പറയുമ്പം അവരെ ആക്ച്വലി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനാണ്. അവർ എഡ്യൂക്കേഷൻ അവരവിടെ ആ രാജ്യത്തേക്ക് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് നല്ല കഴിവുള്ള ആളുകളെ, റിസോഴ്സുകൾ ആക്ച്വലി അവർ ഒബ്സർവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ എഡ്യൂക്കേഷൻ ഫ്രീ ആക്കി കൊടുക്കാൻ കാരണം തന്നെ ഈ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് അവിടെ 1.5 വർഷം സ്റ്റേ ബാക്ക് ഉണ്ട്. പിന്നെ യൂറോപ്പാണ്, ബ്ലൂ കാർഡ് പോലെ, പിന്നെ PR പോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അവരെ മാൻ പവർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്ര നല്ല റിസോഴ്സുകളെ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നൊക്കെ അവർ ആക്ച്വലി ചൂസ് ചെയ്തെടുക്കുന്നത്. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു ആസ് കമ്പയർഡ് ടു അതർ കൺട്രീസ്, UK, കാനഡ, അയർലൻഡ് ഇതൊക്കെ എടുക്കുകയാണെങ്കിലും ഓസ്ട്രേലിയ പോലും ഫ്രീ എഡ്യൂക്കേഷന് എപ്പോഴും ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റികൾ മുന്നേ തന്നെയാണ്. യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ ഒക്കെ ടോപ്പ് റാങ്കിങ് ആണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ TU റേഞ്ചിലുള്ള യൂണിവേഴ്സിറ്റീസ്, ഇപ്പോൾ നമ്മളെ ടോപ്പ് റാങ്കിങ് ലിസ്റ്റിൽ പെടുന്ന യൂണിവേഴ്സിറ്റീസാണ് എല്ലാം ഉള്ളത്.